യെസ്, ശബരിമലയിലേക്ക് പോകുമ്പോൾ സംതൃപ്തിയുടെ ഒരു തീർത്ഥാടന കാലം അതാണ് സന്നിധാനത്ത് ഈ മണ്ഡലകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സീസണിൽ ശബരിമലയിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 8.5 ലക്ഷം കടന്നിരിക്കുകയാണ്. ഇന്നലെ മാത്രം 75,458 തീർത്ഥാടകർ സന്നിധാനത്തെത്തി. 12,471 പേർ സ്പോട്ട് ബുക്കിംഗ് മുഖേന എത്തിയവരായിരുന്നു. ശബരിമലയിലെത്തുന്ന എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുമെന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും ബോർഡിന്റെയും വാക്ക് പാലിക്കപ്പെടുകയാണ്. സുജു ടി ബാബുവാണ് നമ്മളോടൊപ്പം ചേരുന്നത് സന്നിധാനത്ത് നിന്ന് ശബരിമലയിലെ വിശേഷങ്ങളുമായി. നോക്കൂ, ഈ സന്നിധാനം, ഈ മണ്ഡലകാലം എത്രമാത്രം സംതൃപ്തി നിറഞ്ഞതാണെന്ന്. ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപുള്ള ദിവസങ്ങൾ പ്രേക്ഷകരുടെ ഓർമ്മയിലുണ്ടായിരിക്കും. അന്ന് വിവിധ ചാനലുകളിൽ വന്ന വലിയ ബ്രേക്കിംഗ് ന്യൂസുകൾ ഇപ്പോഴും നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല. സ്പോട്ട് ബുക്കിങ്ങിൻ്റെ പേരിൽ ഉണ്ടാക്കിയ വിവാദങ്ങൾ, സന്നിധാനത്ത് ദർശനം പരിമിതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞൊക്കെ ഉണ്ടാക്കിയ വിവാദങ്ങൾ, എത്ര വാർത്തകളായി നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ എവിടെ പോയി? എല്ലാം ആവിയായി പോയില്ലേ? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അന്ന് അതേ വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾ തന്നെ ഇന്ന് പറയുന്നില്ലേ? ഏറ്റവും മനോഹരമായൊരു തീർത്ഥാടന കാലമാണ് കഴിഞ്ഞു പോകുന്നതെന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വാർത്തകൾ പലതരത്തിൽ ഡെവലപ്പ് ചെയ്യും, വസ്തുതകൾ പുറകെയേ എത്തുകയുള്ളൂ. ഏതായാലും നമുക്ക് സന്നിധാനത്തേക്ക് തന്നെ പോകാം. സുജു, ഗുഡ് മോർണിംഗ്. മനു, ഏറ്റവും മനോഹരമായ ഒരു തീർത്ഥാടന കാലം ഇത്തവണ കടന്നു പോവുകയാണ്. ഇന്നലെ 75,000-ലധികം ആളുകൾ മല ചവിട്ടി. അതിൽ 12,500-ഓളം പേർ സ്പോട്ട് ബുക്കിംഗ് മുഖേന വന്നവരാണ്. അപ്പോൾ ഈ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാതെ വരുന്നവർക്കും ദർശനം നടത്താൻ സുഗമമായി കഴിയുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്നതാണ്. ഒരുപാട് വിവാദങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ കണക്കുകൾ. തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനമാണല്ലേ? മനു പറഞ്ഞപ്പോൾ ചെറിയ പിശകുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും. ഈ സന്നിധാനത്ത് നിൽക്കുമ്പോൾ, ഞാനിപ്പോൾ സന്നിധാനത്തുള്ളത് നിൽക്കുമ്പോൾ വളരെ സംതൃപ്തകരമായ ഒരു തീർത്ഥാടന കാലം തന്നെയാണ് കടന്നു പോകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ വലിയ ഒരു ക്യൂ കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഇടയ്ക്ക് ഉഷപൂജ ഉണ്ടായിരുന്നുണ്ട്, തീർത്ഥാടകർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ക്യൂവിൻ്റെ ഒരു വേഗത അല്പം കുറഞ്ഞിരിക്കുന്നത്. ഇന്നലെ 75,000-ലധികം തീർത്ഥാടകർ എത്തിയിട്ടും യാതൊരു പരാതിയോ പരിഭവമോ ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മനു സൂചിപ്പിച്ചത് തന്നെയാണ്, 12,000-ലധികം തീർത്ഥാടകരാണ് ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് മുഖേന എത്തി അവർ ദർശനം നടത്തിയത്. മുമ്പ് വലിയ ആക്ഷേപങ്ങൾ, അല്ലെങ്കിൽ ചില ആളുകൾ ഇതിനൊരു സുവർണാവസരമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു, സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കി എന്ന് പറയുമ്പോൾ. എന്നാൽ സർക്കാർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു, ദേവസ്വം വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറ്റ് എല്ലാവരും വ്യക്തമാക്കിയിരുന്നു, തീർത്ഥാടകർക്ക്, അതായത് ശബരിമലയിൽ എത്തുന്ന എല്ലാവർക്കും സുഖദർശനം നടത്താൻ അവസരമൊരുക്കുമെന്നുള്ള കാര്യത്തിൽ. അതിന് ഇപ്പോൾ അത്തരം ആശങ്കകൾ അടിസ്ഥാനമില്ലാത്തതായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഈ മണ്ഡലകാലം. ഇപ്പോൾ വൃശ്ചികം 12 ആയിട്ടില്ല. നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് വൃശ്ചികം 12-ന് ശേഷമാണ്, 12 വിളക്കിന് ശേഷമാണ് ധാരാളം തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുക എന്നത്. എന്നാൽ ഇത്തവണ തുടക്കം മുതൽ തന്നെ വലിയ തരത്തിൽ തീർത്ഥാടകർ എത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ 8.5 ലക്ഷം തീർത്ഥാടകരാണ് ഇതുവരെ ഈ സീസണിൽ മല ചവിട്ടിയവരുടെ എണ്ണം. ഇപ്പോൾ രാവിലെ 8 മണിയായപ്പോൾ 30,000-ഓളം ആളുകൾ ഇതിനോടകം തന്നെ ശബരിമലയിൽ 18-ാം പടി ചവിട്ടിയിരിക്കുകയാണ്. അങ്ങനെ വലിയ സംതൃപ്തിയുടെ ഒരു കാലം തന്നെയാണ് കടന്നു പോകുന്നത്. എങ്ങനെയുണ്ട് രാവിലെ? കുഴപ്പമില്ല, അത്യാവശ്യം തിരക്കുണ്ട്. ആളുകൾ ഒരു പ്രതികരണത്തിലേക്കായിരുന്നു പോയത്. വളരെ തിരക്കുണ്ടെങ്കിലും അവർ വളരെ സംതൃപ്തിയോടെ, നമുക്കറിയാം വളരെ വേഗത്തിൽ ഈ ശബരിമലയിൽ ഇപ്പോൾ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും പ്രത്യേക ക്യൂ ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടെ ക്യാമറ ഉണ്ട്. കുട്ടികൾ പ്രായമുള്ളവരെയും പ്രത്യേകം, അതായത് വലിയ മണപ്പന്തലിൽ നിന്ന് 18-ാം പടി ചവിട്ടിയ ശേഷം ഈ പ്രത്യേകം അവരെ കടത്തിവിടുന്ന ഒരു ഇതാണ്. അതായത് മറ്റ് തീർത്ഥാടകർക്ക് ദൃശ്യങ്ങൾ, മറ്റ് തീർത്ഥാടകർ സാധാരണ 18-ാം പടി ചവിട്ടി ഫ്ലൈ ഓവർ മുഖേനയാണ് അയ്യപ്പ ദർശനം നടത്തുന്നതെങ്കിൽ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാം തന്നെ മറ്റൊരു വഴി, അതായത് 18-ാം പടിയിൽ നിന്ന് നേരിട്ട് ക്യൂവിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും കൊച്ചു കുഞ്ഞുങ്ങളായിട്ട്. ചേട്ടാ, മലയാളി, എങ്ങനെയുണ്ട്? നല്ല തിരക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് വരുന്ന വഴി ബുദ്ധിമുട്ടുകളോ? വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കുഞ്ഞുള്ളത് കൊണ്ട് ഈ ഒരു വഴി അനുവദിച്ചിരിക്കുമോ? നല്ല കാര്യമാണോ? അല്ല, നമുക്കിപ്പോൾ നമ്മളൊരു സുഹൃത്തുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇല്ലേ കയറില്ല. കുട്ടികളെ കടത്തി വിടുന്നുണ്ട് ഇതുവഴി, കണ്ടതാരോ ഈ വഴി? സുഖമായിട്ട് വരുന്നു അല്ലേ? സുഖമായിട്ട് വരുന്നുണ്ട്. ചെറിയ ആളിന് ചോറ് കൊണ്ടുവന്നതാണ്. ശബരിമല ചോറുണ്ണാൻ വേണ്ടി. അതെ അതെ. പേരെന്തൊട്ടേക്കുന്നേ?
ബ്രഹ്മദത്തൻ ഏതാ ബ്രഹ്മദത്തൻ്റെ? ഇതാ ബ്രഹ്മദത്തൻ്റെ ആയിരിക്കും. മുടിയൊക്കെ വളർത്തി സുന്ദരനായിട്ടിരിക്കുവാണല്ലോ. അതാണ് മനു. ഇവർക്ക് ഈ ചെറിയ ഒരു ഈ വടം ഇതുവഴി കടത്തി വിടുന്നുണ്ട്. കുട്ടികളുമായി എത്തുന്ന, ചെറിയ കുഞ്ഞുങ്ങളുമായി എത്തുന്നു, പ്രായമുള്ളവരും എത്തുന്ന ആളുകളെ നമുക്ക് 18ാം പടിയിലേക്ക് പോകുവാണെങ്കിലും ഇവിടെയും വളരെ വേഗത്തിൽ തന്നെ തീർത്ഥാടകരെ കടത്തിവിടാൻ പോലീസ് വലിയ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ താമസം ഉണ്ടാകുന്നില്ല. തീർത്ഥാടകർക്ക് സുഖമായി തന്നെ ദർശനം നടത്തുവാനും അവർക്ക് 18ാം പടി ചവിട്ടുവാനും ഉള്ള അവസരമുണ്ട്. നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ചോളം ഇരുമുടിക്കെട്ട് ഏന്തി വരുന്നവരെ സംബന്ധിച്ചോളം 18ാം പടി ചവിട്ടി വരിക എന്ന് പറയുന്നത് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവർക്ക് വളരെ ഭംഗിയോടുകൂടി അവർക്ക് ആചാരപൂർവ്വം ആ കടമ അവർക്ക് നിർവഹിച്ചു വരാനുള്ള അവസരവും ഇവിടെ ഒരുങ്ങുന്നുണ്ട്. എന്തായാലും ശബരിമലയിൽ വലിയ ഒരു സംതൃപ്തിയോടുള്ള തീർത്ഥാടന കാലമാണ് പുരോഗമിക്കുന്നത് മനു.